നമസ്കാരം. ഇന്ന് തൈപ്പൂയമാണ്. ഇന്ന് ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ കാണുന്നതായ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് അഥവാ ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ ഇന്നേ ദിവസം പ്രകടമാകുന്ന ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെ തന്നെ ഉണരുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രഥമമായ ലക്ഷണം. അതായത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ വിളിച്ചുണർത്തുന്നതായ ഒരു അനുഭവം, അല്ലെങ്കിൽ മയിലിൻ്റെയോ മറ്റ് പക്ഷികളുടെയോ ചിറകടി കേൾക്കുന്നതായ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറയാം. അത്തരത്തിലൊരു ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടി വിളിക്കുന്നതായ ഒരു അനുഭവം ഇന്നേ ദിവസം ഉണ്ടായാൽ അത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറയാം. അത് ഭഗവാന്റെ ഒരു സാന്നിധ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും. 2 നേരം ഇന്നേ ദിവസം മുടക്കം കൂടാതെ വിളക്ക് തെളിയിക്കുക മാത്രമല്ല, ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ടായി എന്ന് വരാം. കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ ആ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നതായ വിളക്ക് കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ തെളിയും. കൂടാതെ ആ വിളക്കിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടെയായിരിക്കും നിങ്ങൾ വിളക്ക് തെളിയിക്കുക. അതായത് ആ വിളക്ക് തെളിയിക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്തെന്നില്ലാതെ സന്തോഷം കടന്നു വരാം. ആ സമയം നിങ്ങൾക്ക് ഭസ്മത്തിന്റെ ഗന്ധമോ അല്ലെങ്കിൽ സുഗന്ധമോ അനുഭവപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് വരാം. വിളക്ക് തെളിയിക്കുമ്പോൾ ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നതും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ചെറു കിളികളുടെ പക്ഷികളുടെ സാന്നിധ്യം ധാരാളമായി ആ സമയത്ത് വരുന്നു എങ്കിൽ അതും ശുഭലക്ഷണമാണ്. അല്ലെങ്കിൽ ഉപ്പനെ ഈ സമയം കാണുവാൻ സാധിക്കുന്നതോ മയിലിനെ ഈ സമയം കാണുവാൻ സാധിക്കുന്നതോ ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നതായ ചില ശുഭകാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ധാരാളം പുഷ്പങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതായത് ധാരാളം പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ധാരാളം പക്ഷികൾ, കിളികൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ്. മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്നേ ദിവസം ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഇത്രമേൽ പുഷ്പങ്ങൾ വിരിയണം എന്നില്ല. എന്നാൽ ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ഇത് സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. പ്രത്യേകിച്ചും ഭഗവാന് വിശേഷപ്പെട്ടതായ ചുവന്ന പുഷ്പങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ ധാരാളമായി വിടരുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ തീർച്ചയായും പുഷ്പങ്ങൾ, പ്രത്യേകിച്ചും ചുവന്ന പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ കുളിച്ച് ശുദ്ധിയോടെ അടുക്കളയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അടുക്കളയിൽ കുളിച്ച് ശുദ്ധിയോടെ പ്രവേശിക്കാൻ ഇന്നേ ദിവസം സാധിക്കുന്നത് ശുഭലക്ഷണം തന്നെയാണ്. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ പാല് തിളപ്പിക്കുന്നതായ അവസരത്തിൽ പാല് നിറഞ്ഞു പോകുന്നു, അതായത് തിളച്ചു പോകുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണമാണ്. നിങ്ങൾക്ക് അറിയാതെ സംഭവിച്ച ഒരു കാര്യമാകാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ ലക്ഷണങ്ങളുടെ, ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കാം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ
വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഇന്നേ ദിവസം മയിലിൻ്റെ സാന്നിധ്യം വീടുകളിലുണ്ട് എങ്കിൽ അതൊരു ശുഭ സൂചകമായ ലക്ഷണം തന്നെയാണ്. മയിലിനെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യത്തെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ചും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇന്നേ ദിവസം മുരുകക്ഷേത്രത്തിൽ വച്ച് ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതൊരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുകൂലമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയാണ്. ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ശരീരത്തിൽ പെട്ടെന്ന് രോമാഞ്ചം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ പെട്ടെന്ന് ചൂട് വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ നിങ്ങളിൽ ഉയർന്നിരിക്കുന്ന പോസിറ്റീവായ ഊർജത്തിൻ്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നതായ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ പുഷ്പമോ ഇലയോ താഴെ വീഴുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, ഇളക്കം തട്ടുന്നതായി അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭ ലക്ഷണം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തെ, സാന്നിധ്യത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരുന്നതായ അവസരത്തിൽ പുഷ്പങ്ങൾ നിങ്ങളുടെ ദേഹത്തിലേക്ക് വീഴുകയാണ് എങ്കിൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ചും മധുരം ലഭിക്കുന്നതായ സാഹചര്യമുണ്ടായി എന്ന് വരാം. അത് ക്ഷേത്രത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നാകാം, അല്ലെങ്കിൽ വീടുകളിൽ ഇന്നേ ദിവസം മധുര പലഹാരങ്ങളോ മറ്റോ നിങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ആകാം. ഇപ്രകാരം ഇന്നേ ദിവസം നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നു എങ്കിൽ അതൊരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക, വളരെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം, എന്നാൽ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വരാം. അതൊരു ശുഭ സൂചകം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വീടുകളിൽ കൃത്യമായി ആഹാരം പാചകം ചെയ്യുവാൻ സാധിക്കും. ഇന്നേ ദിവസം പാചകം ചെയ്യുന്ന ആഹാരം അത് കൃത്യമായിരിക്കും, ഒരിക്കലും ബാക്കി വരില്ല എന്നതാണ് വാസ്തവം. ഏവരുടെയും വയറ് നിറയുകയും ചെയ്യും. ഇത്തരമൊരു അനുഭവവും നിങ്ങൾക്ക് ഇന്നേ ദിവസം സംഭവിക്കുന്നു എങ്കിൽ അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ അറിയാതെ നാവിൽ വിളങ്ങുന്നതായ സാഹചര്യം, ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ ഇന്നേ ദിവസം വർദ്ധിക്കുന്നു എങ്കിൽ അതും ഒരു ശുഭ സൂചകം തന്നെയാണ്. അറിയാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭഗവാന്റെ ചിത്രം അപ്രതീക്ഷിതമായി ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് വരാം. അതും ശുഭ സൂചകമാണ്. അപ്രതീക്ഷിതമായി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്രകാരം ചിത്രം ലഭിക്കുക. അത് നിങ്ങൾക്കൊരു ശുഭലക്ഷണമായി തന്നെ കണക്കാക്കാം. ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളായി തന്നെ പരാമർശിക്കാം.